വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വാനില ബെൻഡോ കേക്കാണ്. അത് പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ടാണ് ഞാനിവിടെ വീഡിയോ എടുക്കുന്നത്. പാർട്ട് 1ൽ എങ്ങനെയാണ് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ബെൻഡോ കേക്കിന് 250 ഗ്രാം സ്പഞ്ച് കേക്ക് മാത്രം മതിയാവും. ഈ ബെൻഡോ കേക്കിന് ലഞ്ച് കേക്കെന്നും പറയാം, ലഞ്ച് ബോക്സ്. അതിനു വേണ്ടി ഞാൻ ഒരു ടിൻ എടുക്കുന്നു. 4 ഇഞ്ച് ടിന്നാണ് എടുക്കുന്നത്. അതിന് ഞാൻ ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നു. ആ ടിന്നിനകത്തോട്ട് ഞാൻ പ്ലേസ് ചെയ്യുന്നു. ചെറിയ കേക്കാണ്, 250 ഗ്രാം മാത്രമേ ഉള്ളൂ. നമുക്ക് ആവശ്യം 1/4 കപ്പ് മൈദയാണ്. മൈദ നല്ല ലെവൽ ചെയ്ത് വേണം എടുക്കേണ്ടത്. അത് അരിപ്പയ്ക്കകത്തോട്ടിട്ട് 1/4 കപ്പ് ബേക്കിംഗ് സോഡ എടുക്കുക. അത് നല്ലതുപോലെ അരിച്ച് 3 ടൈംസ് നമ്മൾ അരിക്കണേ. അതായത് ഈ ബേക്കിംഗ് പൗഡറും മൈദയും നല്ലപോലെ മിക്സ് ആവണം. പിന്നെ നമുക്ക് ആവശ്യമായി 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് വേണ്ടത്. അതൊരു മിക്സിക്കകത്തിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. അത് മാറ്റി വെക്കുക. പിന്നെ നമുക്ക് 1 മുട്ടയാണ് വേണ്ടത്. ആ മുട്ടയെ സെപ്പറേറ്റ് ചെയ്യുക, വെള്ളയും മഞ്ഞയായിട്ട് സെപ്പറേറ്റ് ചെയ്യുക. പിന്നെ ബീറ്റർ ഉപയോഗിച്ച് നമ്മൾ നല്ലതുപോലെ ബീറ്റ് ചെയ്യുക. ലോ സ്പീഡിൽ നിന്നും ഹൈ സ്പീഡിലേക്ക് വേണം നമ്മൾ ബീറ്റ് ചെയ്യേണ്ടത്. കണ്ടോ, പതഞ്ഞ് വരുന്നത് കണ്ടോ? പതഞ്ഞ് വരുന്നതിനനുസരിച്ച് വേണം സ്പീഡ് കൂട്ടി കൊടുക്കേണ്ടത്. കണ്ടോ, വീണ്ടും നല്ല ഫ്ലഫി ആയി വരുന്നത് കണ്ടോ? നല്ല രസം അത് കാണാനായിട്ടത്. നല്ല വൈറ്റ് കളർ, നല്ല ക്രീമി ലുക്കാണ്. ഐസ്ക്രീം പോലെ ഇരിക്കും. കണ്ടോ, നല്ല ഫ്ലഫി ആയിട്ട് വരുന്നുണ്ടേ. ഫ്ലഫി ആയിട്ട് വരുന്ന ടൈമിൽ നമുക്ക് പഞ്ചസാര കുറേശ്ശെ ഇട്ട് ആഡ് ചെയ്ത് വീണ്ടും അതുപോലെ ബീറ്റ് ചെയ്യണം. കണ്ടോ, നല്ല ഫ്ലഫി ആയി വരുന്നത് കണ്ടോ? പിന്നെ അതിലേക്ക് മുട്ടയുടെ വെള്ളം നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു, മഞ്ഞ ചേർത്തിട്ടില്ലായിരുന്നു. മഞ്ഞയും കൂടെ ഇട്ട് നല്ലപോലെ ബീറ്റ് ചെയ്യണം. ഇപ്പോൾ കണ്ടോ, ആ 3 ഇൻഗ്രീഡിയൻസ് ആണ് അതിനകത്തുള്ളത്. മുട്ടയുടെ വെള്ള, മഞ്ഞ, പഞ്ചസാര. അത് 3ൻ്റെ സ്ട്രക്ചറാണ് ആ ബീറ്റ് ചെയ്ത് കിട്ടുന്ന ആ സ്ട്രക്ചർ. കണ്ടോ, എന്ത് രസമാണ് കാണാനായിട്ട്. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നത്. അങ്ങനെ വരണം, എങ്കിലേ നല്ല കേക്ക് നല്ല സോഫ്റ്റ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ കേക്ക് നമ്മുടെ ഹാർഡായി പോവും. സ്പാച്ചില ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിനകത്തോട്ട് നമ്മൾ അരിച്ചു വെച്ച ഇൻഗ്രീഡിയൻസ് ഇല്ലേ, കുറേശ്ശെ ഇട്ട് ഫോൾഡ് ചെയ്ത് എടുക്കണം. സ്ലോ ആയിട്ട് വേണം ചെയ്യേണ്ടത്. നമുക്ക് കിട്ടിയ ആ ഫ്ലഫി പോകരുത്. ആ പതഞ്ഞ് വന്നിരിക്കുന്നത് അത് പോകരുത്, നഷ്ടപ്പെടരുത്. അതനുസരിച്ച് സ്ലോ ആയിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. കണ്ടോ? അതിനുശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുന്നു. നമ്മൾ വാനില ബെൻഡോ കേക്കാണ് ഉണ്ടാക്കുന്നത്. പല കേക്കുകൾ നമുക്ക് ഉണ്ടാക്കാം, പല ഫ്ലേവറിലെ കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിലും ഗീയോ ഒഴിക്കാം, അല്ലാതെ വെളിച്ചെണ്ണയോ ഒന്നും ഒഴിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ ബാലൻസ് വന്നിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് വീണ്ടും ഫോൾഡ് ചെയ്യുക. ആ ഫ്ലഫി പോകരുത്. ആ ഒരു പതിഞ്ഞിരിക്കുന്ന ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അത് പോകാതെ വേണം നമ്മൾ ഫോൾഡ് ചെയ്യേണ്ടത്. കണ്ടോ, കുറച്ചേ ഉള്ള ആ കേക്ക്, 250 ഗ്രാമേ ഉള്ളൂ. നമുക്കൊന്ന് മിക്സ് ചെയ്യാൻ പോലും കിട്ടത്തില്ല, അത്രയ്ക്ക് ചെറുത് മിനി കേക്കാണ്. അതാണല്ലോ നമ്മൾ പറഞ്ഞ ലഞ്ച് ബോക്സ് കേക്ക് അല്ലെങ്കിൽ ബെൻഡോ കേക്ക്. അത് ആ ടിന്നിലേക്ക്, 4 ഇഞ്ച് ടിന്നാണ്, അതിലേക്ക് പതുക്കെ ഒഴിക്കുന്നു. ഒന്ന് ടാപ്പ് ചെയ്യണേ. അതിനകത്ത് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ്. ഒരു 10 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ ഓവനിലേക്ക് വെക്കുന്നു. കണ്ടോ,
ഇത്ര നല്ല സ്പഞ്ച് പോലെയുള്ള സ്പഞ്ച് കേക്കാണ്. 250 ഗ്രാമേ ഉള്ളൂ. ഇനി ഇതൊക്കെ ഐസിങ്ങും കാര്യങ്ങളും എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത് ബോക്സിനകത്ത് നിന്നൊക്കെ നമ്മൾ പാർട്ട് 2 വീഡിയോയിലേക്ക് നമ്മൾ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും. ഓക്കെ, ബൈ.